ഞാൻ വിട്ടി. അമ്മേ, ഇതിൻ്റെ ഇടയിൽ എൻ്റെ പേര് വലുതാക്കാൻ ഞാൻ പോയാൽ ഞാൻ വിട്ടി. അമ്മേ, ഇതിൻ്റെ ഇടയിൽ വലുതാകേണ്ട ഒരാളുണ്ട്, നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവം. നമ്മളിലൂടെ വലുതാകണം. ഗ്ലോറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പേരിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷെ എൻ്റെ പിതാവിന് പേര് വലിയ പ്രസക്തിയാണ്. എങ്കിലും ജഡത്തിൽ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്കിട്ട പേര് ഷാജി ബമ്പനാട്ട് ജോസഫ്, ഷാജി വി ജോസഫ്. ഏമേ, എൻ്റെ ആത്മാവിൽ എനിക്ക് സ്വർഗീയ പിതാവിട്ടൊരു പേരുണ്ട്. തുടർന്ന് ദൈവം അനുവദിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അതിനുള്ള വളർച്ച നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ. ഇന്നലെ നമ്മൾ കേട്ടു, മനുഷ്യൻ ഡ്യുവൽ ട്രാക്കായിട്ടാണ് മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച്. എന്നാൽ ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് മനുഷ്യനെ സിംഗിൾ ട്രാക്ക് ആക്കി കളഞ്ഞു. സിംഗിൾ ട്രാക്ക് ആക്കിയതുകൊണ്ട് മനുഷ്യന് ഇന്ന് സുബോധമില്ലാതെ പ്രോഫിറ്റ് ഇല്ലാത്ത സൈഡിൽ അധ്വാനിച്ച് മനുഷ്യന് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനി, ഏറ്റവും നല്ല ടീച്ചർ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, നമ്മുടെ കർത്താവായ യേശു. ആ യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആമേൻ. യോഹന്നാൻ 6:62. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ കേട്ടതിന്റെ ഒരു നട്ട്ഷൽ ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഒരുമിച്ച് കടന്നു പോകാൻ വേണ്ടി ഒരുക്കുകയാണ്. ഇന്ന് കടന്നു വന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെ, എന്തുകൊണ്ടാണ് ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ് എന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാം. മനുഷ്യൻ ഡ്യുവൽ പാർട്ടാണ്. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്ന മനുഷ്യനെ രണ്ടായിട്ട് തിരിക്കുന്നു. ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ 1-ാമത്തെ പുസ്തകം വാങ്ങുക, സ്പിരിറ്റ് വേൾഡ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. ആത്മാവും ദേഹിയും ചേർന്ന് അകത്തെ മനുഷ്യൻ, ശരീരവും ദേഹിയും ചേർന്ന് പുറത്തെ മനുഷ്യൻ. മനുഷ്യനൊന്നേ ഉള്ളൂ, ദേഹി. ആത്മാവോട് ചേർന്ന് ഈ മനുഷ്യനെ പറയുമ്പോൾ അകത്തെ മനുഷ്യൻ, ശരീരത്തോട് ചേർന്ന് ഈ മനുഷ്യനെ പറയുമ്പോൾ പുറത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യൻ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ജനത്തിന് മനസ്സിലാകുന്നില്ല. അകത്തെ മനുഷ്യൻ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കാനാണ്, നിത്യതയിൽ ജീവിക്കാനാണ്. സമയത്തിലല്ല, നിത്യതയിൽ. അതാണ് ഒരു ട്രാക്ക്. ഇതാണ് സഭാപ്രസംഗം 3:11 നാം ഇന്നലെ കേട്ടത്. ദൈവം എല്ലാം അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അതാണ് ജഡം സൃഷ്ടിച്ചത്. എന്നിട്ട് അടുത്ത ചേർന്ന് പറയുകയാണ്, അവന്റെ ഹൃദയത്തിൽ നിത്യതയും വെച്ചിരിക്കുന്നു. അകത്ത് നിത്യത, പുറത്ത് സമയം. ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത് കാണാം. മനുഷ്യന്റെ അകത്ത് നിത്യത, പുറത്ത് സമയം. അകത്ത് നിത്യതയിൽ ജീവിക്കുന്ന അകത്തെ മനുഷ്യൻ, ഇവൻ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പാകെ, അപ്പന്റെ മുമ്പാകെ. ആമേൻ. ജീവിക്കുന്നതല്ല, ജീവിക്കേണ്ടത്. ഗ്രാമർ ശ്രദ്ധിച്ചോളൂ, ജീവിക്കേണ്ടത്. പക്ഷെ പുറത്തെ മനുഷ്യൻ സൃഷ്ടിച്ച അതിനു വേണ്ടിയല്ല, സമയത്തിൽ അവൻ ലോകത്തിന്റെ മുമ്പാകെ ജീവിക്കണം. ആമേൻ. പുറത്തെ മനുഷ്യൻ ലോകത്തിന് മുമ്പാകെ ജീവിക്കണം, അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കണം. ഇനി പുറത്തെ മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തിന് മുമ്പാകെ ജീവിക്കുന്നത്? സിമ്പിൾ മെത്തേഡേ ഉള്ളൂ. അകത്തെ മനുഷ്യനാണ് പുറത്തെ മനുഷ്യന്റെ ഡ്രൈവർ. ആമേൻ. അതായത് നിത്യതയിൽ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന അകത്തെ മനുഷ്യനാണ് ലോകത്ത് ജീവിക്കുന്ന പുറത്തെ മനുഷ്യന്റെ ഡ്രൈവർ. ആമേൻ. ഡ്രൈവർ നിശ്ചയിക്കുന്നിടത്തേക്ക് വണ്ടി പോകും. ആമേൻ. ഇങ്ങനെയായിരിക്കണം മനുഷ്യന്റെ ജീവിതം. പക്ഷേ പിശാച് ഇതിനെ തല തിരിച്ചു, അപ്സൈഡ് ഡൗൺ ആക്കി. ആമേൻ. ഹല്ലേലൂയ. തല കുത്തിയിരിക്കുന്നത് നേരെ ദൈവം സൃഷ്ടിച്ചതിനെ പിശാച് തല തിരിച്ചു. ആമേൻ. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കേട്ടത്, ക്രിസ്തുവിന്റെ യഥാർത്ഥ ദൈവദാസന്മാർ വരുമ്പോൾ പിശാച് തല തിരിച്ചതിനെ ആദ്യം നേരെയാക്കും. ഇതാണ് പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർ ഓരോ സ്ഥലങ്ങളിലും കയറിയപ്പോൾ ജനം പറയാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 17 ഇതാ ലോകത്തെ തലകീഴായി മറിച്ചവർ ഇവിടെ വന്നിട്ടുണ്ട്. ശരിക്കും അവർ ലോകത്തെ തലകീഴായി മറിച്ചതല്ല, പിശാച് തലകീഴായി മറിച്ചതിന് നേരെയാക്കിയതാണ്. പക്ഷേ തലകീഴായ ജനത്തിന് അങ്ങനെ തോന്നിയേ. മനസ്സിലായോ?
ലോകത്തിലെ ചിലരെല്ലാം തലകീഴായിരിക്കുക, അപ്സൈഡ് ഡൗൺ, അവർക്ക് സുബോധമില്ല. നിങ്ങൾ എന്നോട് വിഷമിക്കരുത്, ദൈവത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ധൂർത്തപുത്രന് സുബോധം വന്നപ്പോൾ അവൻ അപ്പന്റെ വീട്ടിലേക്ക് ദൈവരാജ്യത്തിലേക്ക് തിരിഞ്ഞു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ചിന്തയിൽ ഈ ലോകത്തിലെ ജനത്തിന് സുബോധമില്ല. സുബോധമില്ലാത്ത ഈ ജനത്തെ ഈ ഡ്യുവൽ ട്രാക്കിൽ നിത്യതയിലും സമയത്തിലും ജീവിക്കേണ്ട ഈ മനുഷ്യനെ പിശാച് സമയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സമയത്തിൽ മാത്രം വലിച്ചെറിഞ്ഞു. ജഡത്തിൽ മാത്രം ജീവിക്കാൻ, ലോകത്തിന്റെ മുമ്പിൽ മാത്രം ജീവിക്കാൻ, ദൈവത്തിന്റെ മുമ്പിലല്ല, ലോകത്തിന് മുമ്പിൽ മാത്രം ജീവിക്കാൻ വേണ്ടി വലിച്ചെറിഞ്ഞു. അങ്ങനെ ജഡത്തിലുള്ള മാതാപിതാക്കന്മാർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ജഡത്തിലുള്ള മാതാപിതാക്കന്മാർ ഇതാ ഒരു ജഡത്തിന് ജന്മം കൊടുക്കുന്നു, ജഡത്തിന് പേരിടുന്നു. പിന്നെ ആ ജഡത്തിന് ഒരു പ്രൊഫഷൻ, എഞ്ചിനീയർ, ഡോക്ടർ എന്നൊരു പ്രൊഫഷൻ കൊടുക്കുക. സ്റ്റെതസ്കോപ്പ് ഇരിക്കുക. അങ്ങനെ എഞ്ചിനീയർ, ഡോക്ടർ, പൈലറ്റ്, പല പല പ്രൊഫഷണുകൾക്ക് വേണ്ടി ഇവനെ 3 വയസ്സ് മുതൽ ഇവനെ അധ്വാനിപ്പിച്ച് ഇവനെ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഇവനെ ഉണ്ടാക്കിച്ചെടുക്കുക. തുടർന്ന് അവന് വേണ്ട ഫുഡ്, അതായത് ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം, കർത്താവാണ് പറഞ്ഞത്, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. ആത്മാവാ ജനിക്കുന്നത് ആത്മാവാകുന്നു. അപ്പൊ ജഡത്തിൽ നിന്ന് ജനിച്ച ജഡത്തിന് വേണ്ട ഫുഡാണ് ജഡത്തിലുള്ള മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുന്നത്. ശരിയാണോ അല്ലയോ? തുടർന്ന് ആ ജഡത്തിന് വേണ്ട പ്രൊഫഷനാണ് പൈലറ്റ് ആകട്ടെ, ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ഇതെന്താണ്? ജഡത്തിലുള്ള പ്രൊഫഷനാണ് ജഡത്തിലുള്ള മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുന്നത്. ജഡത്തിലുള്ള മീല്, ബിരിയാണി ആകട്ടെ, ചോറാകട്ടെ, പുട്ടാകട്ടെ, ഇഡലി ആകട്ടെ, ജഡത്തിലുള്ള മീല ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജഡത്തിനിടാനുള്ള കുപ്പായം, ഉടുപ്പ്, അതാ ശ്രദ്ധിക്കുന്നേ. ജഡത്തിന് സഞ്ചരിക്കുവാനുള്ള കാറ്, അതാ ശ്രദ്ധിക്കുന്നേ. ജഡത്തിന് താമസിക്കുവാനുള്ള വീട്, അതിനെ ശ്രദ്ധിക്കുന്നേ. ജഡത്തിന് ഇരിക്കുവാനുള്ള കസേര, അതിനെ ശ്രദ്ധിക്കുന്നേ. ജഡത്തിന് കിടക്കുവാൻ, അവസാനം കിടക്കുവാനുള്ള ശവപ്പെട്ടി, ജഡത്തിനെ കൊണ്ട് സംസ്കരിക്കുവാനുള്ള സെമിത്തേരി, അവസാനം 6 മാസത്തിനുള്ളിൽ ആ ഉപയോഗിച്ച ജഡം ഇതാ ഒന്നുമല്ലാതെ ഒരു അസ്ഥിമഞ്ജനമായി മാംസമെല്ലാം നഷ്ടപ്പെട്ട് ഇതാ ഒന്നിനും കൊള്ളില്ലാതെ ഒരു ഉപകാരവും ഇല്ലാതെ കിടക്കുന്ന കിടപ്പാണ് നിങ്ങളെ കാണുന്നത്. എന്റെ നാഥൻ പറഞ്ഞു, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. കുഞ്ഞേ, നിന്റെ ജീവിതകാലം മുഴുവൻ ഈ ജഡത്തിന് വേണ്ടി നീ അധ്വാനിച്ചോ? എന്നിട്ട് നീ എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു? കർത്താവിന്റെ വാക്കുകൾക്ക് ഒരു അല്പമെങ്കിലും വില കൊടുക്കാമായിരുന്നില്ലേ? ഇന്നത്തെ അദ്വൈത കർത്താവിന്റെ വാക്കുകൾക്ക് വിലയില്ല. എമോവേസിലേക്ക് പോയ ശിഷ്യന്മാരെ നോക്കി കർത്താവ് അവരെ വിളിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയാ, ഓ ഫൂൾസ്, ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്തവരെ, മന്ദബുദ്ധികളെ. ഇന്ന് എന്റെ കർത്താവ് ഇവിടെ ഉണ്ടായി ഇങ്ങനെ പറഞ്ഞേനെ, ഇടുക്ക് വഴിയിലൂടെ ദൈവരാജ്യത്തിൽ കയറുവാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതിനെ വിശ്വസിക്കാതെ ഇവിടെ എല്ലാം കേൾക്കുന്ന മറുസ്വരങ്ങളെ വിശ്വസിക്കുന്നവരെ, എന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവുമില്ല. ഇടുക്ക് വഴിയിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പേൻ. ഇത് യേശുവിന്റെ വാക്കാ. നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം, എന്നെ വിശ്വസിക്കരുത്, വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കാൻ പറ്റുമോ? കാഷ്വൽ ആയിട്ട് നടക്കുക. അവരവിടെ അങ്ങനെ പ്രസംഗിച്ചു, ഇവരിങ്ങനെ പ്രസംഗിച്ചു. യേശു ഇടുക്ക് വഴി എന്ന് പറയുമ്പോ ഇതാ ഒരു കൂട്ടർ പോയി വിശാല വഴിയാക്കുന്നു ഇടുക്കിനെ. ജനത്തിന് താല്പര്യവും അതാണല്ലോ. മിക്സിയും അരകല്ലും കൊണ്ടുവന്ന ഏത് തെരഞ്ഞെടുക്കൂ? അറിയാമല്ലോ, മിക്സി. വാഷിംഗ് മെഷീനും അരക്കല്ലും കൊണ്ടുവന്ന ഏത് തെരഞ്ഞെടുക്കൂ? രാവിലെ ഓർഡർ ചെയ്താൽ വൈകുന്നേരം കിട്ടുന്ന സാധനമുണ്ടോ? അത് വേണോ? ഫാസ്റ്റ് ഫുഡ് വേണോ? ഫാസ്റ്റ് ഫുഡേ ജനം തിരഞ്ഞെടുക്കൂ. വിശ്വസിക്കുക യേശുവിനെ. യേശുവിനെ വിശ്വസിക്കുന്നല്ലേ വേറെ. പക്ഷെ കർത്താവ് കാണുന്ന അവിശ്വാസികളായ വിശ്വാസികളാ. ഞാൻ ഇവരോട് ഇടുക്ക് വഴിയുടെ കിടക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് അത് വിശ്വസിക്കാൻ വയ്യ. തൊട്ടുതാഴെ ഞാൻ പറഞ്ഞു, വിശാലമായ വഴി പ്രസ്താവിക്കുന്നവരുണ്ടാകും, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാലും ജനത്തിന് താല്പര്യം ഇടുക്ക് വഴിയല്ല, വിശാലമായ വഴിയാ. കർത്താവ് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, മന്ദബുദ്ധികളെ,
പ്രവാചകന്മാർ പറഞ്ഞതല്ല, ഞാൻ നേരിട്ട് പറഞ്ഞ് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? സഹോദരങ്ങൾ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മണ്ണിന്റെ ഉടുപ്പിൽ നിന്ന് നാം മാറ്റപ്പെടാൻ പോവുകയാ. സമയത്ത് ജീവിക്കുന്ന ഈ ശരീരം വിട്ട് നാം പോകാൻ പോവുകയാ. 1500 കണ്ടവർ 1600 കണ്ടില്ല, അറിയാമോ? 1600 കണ്ടവർ 1700 കണ്ടില്ല, അറിയാമോ? 1700 കണ്ടവർ 1800 കണ്ടില്ല. 1900 കണ്ടവർ 2000 കണ്ടില്ല. 2000 കണ്ട ഞാനും നിങ്ങളും 2100 കാണത്തില്ല. അതിലും കൂടുന്ന് പോകും, കോഴ്സ് കഴിയും. ഹലോ, ഇതൊരു കോഴ്സായത്. ദൈവപുത്രന്മാരാകാനുള്ള കോഴ്സ്. പാസ്സാകണം. ജയിക്കുന്നവന് ഞാനത് അവകാശമായി കൊടുക്കും. വെളിപ്പാട് 21:7. ജയിക്കുന്നവന് ഇത് അവകാശമാകും. കൃപയാൽ രക്ഷിക്കപ്പെട്ട ജനമാ നാം, സൗജന്യമായി രക്ഷിക്കപ്പെട്ട ജനമാ നാം. അവരോടാ പറയുന്നേ, നീ ജയം പ്രാപിച്ചാൽ നിനക്കത് അവകാശമായി കിട്ടും. എന്താ? ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് മകനുമായിരിക്കും. നീ എനിക്ക് മകനുമായിരിക്കും. സൺസ് ഓഫ് ഗോഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ടൈറ്റിൽ. ദൈവപുത്രന്മാർ ദൈവരാജ്യത്തിലേക്ക്, ദൈവപുത്രന്മാർ ദൈവിക കുടുംബത്തിലേക്ക്. ഇതാ ദൈവം ആഗ്രഹിക്കുന്നേ. ദ ഹോൾ ബൈബിൾ എടുത്താൽ ഉള്ള സന്ദേശമാണത്. ഇതാ ദൈവം ആഗ്രഹിക്കുന്നേ. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്ക് ആധാരമായിട്ടൊരു വാക്യോട് വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. മലയാളത്തിൽ വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. Glory. Thank you very much. അതൊരു കാര്യം ശ്രദ്ധിച്ചാട്ടെ. വായിക്കാൻ പറയുമ്പോൾ മൈക്കിലൂടെ വായിക്കാൻ, അല്ലെങ്കിൽ എല്ലാവരും കേൾക്കത്തില്ല ഈ സൗണ്ടില്. മൈക്കിലൂടെ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, നമുക്ക് ഇത്ര വായിക്കുമ്പോൾ സാധാരണ ദൈവകാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുറച്ച് ഒരു അടഞ്ഞിരിക്കുക. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകാൻ NLT എന്ന്, ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വിവരിച്ചിട്ടുണ്ട് എന്താ ഈ സംഭവം. നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയേക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്ക് നോക്കാം. Long ago, even before he made the world, ലോകം ഉണ്ടാകുന്നതിനേ മുമ്പ്, God loved us. ദൈവം നമ്മളെ സ്നേഹിച്ചു. അതിന്റെ അർത്ഥം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളുണ്ട് ദൈവത്തിന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉള്ളിൽ നമ്മളുണ്ട്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞത്, മർത്തിനൊക്കെ എന്ത് ചെയ്യണം? അവർ തിരികെ വരണം. ഹല്ലേലൂയ. പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് പോകണം. ജഡം, സമയത്തിൽ ജീവിച്ച ജഡം പൊടിയിലേക്ക് പോട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മടങ്ങി വാ. 90 സങ്കീർത്തനം 3 മടങ്ങി വാ, തിരികെ വാ. അതിനകത്ത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദൈവം ഇതാ ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്ത് ഒരു രൂപം ഉണ്ടാക്കി അതിലേക്ക് ഊതി നമ്മളെ ലോകത്തിലേക്ക് അയച്ചു. ഇനി കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ മടങ്ങി വരണം, തിരികെ വാ. അപ്പോൾ ഇവിടെ പറയണം, long ago, even before he made the world, God loved us and chose us in Christ to be holy and without fault in his eyes. His unchanging plan. ശ്രദ്ധിച്ചു കേട്ടോ, എന്താ ദൈവത്തിന്റെ പ്ലാൻ എന്ന്? His unchanging plan has always been to adopt us into his own family. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പദ്ധതിയാണ് തന്റെ മക്കളായി, തന്റെ കുഞ്ഞുങ്ങളായി, തന്റെ കുടുംബത്തിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്യുക. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഇതാ ദൈവത്തിന്റെ പ്ലാൻ, ഇതാ ദൈവത്തിന്റെ പദ്ധതി. ദൈവിക കുടുംബത്തിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഈ ചാൻസ് കിട്ടിയ വല്ലവരും കളയൂ? ഇതിനല്ലേ യേശുവിനെ തന്നെ? യേശുവിനെ തന്നെ എന്തിനാ?
യേശു തന്ന രോഗസൗഖ്യത്തിന്, യേശു തന്ന ഡെലിവറൻസ് മീറ്റിങ്ങിന്, യേശുവിനെ തന്നത് ആരാധിക്കാൻ, യേശുവിനെ തന്നത് ഇതൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ യേശുവിനെ തന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താ പറഞ്ഞേ? വാക്യം ഒന്ന് പറഞ്ഞേ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ നുണയാകും. പക്ഷെ വാക്യം പറഞ്ഞാൽ സത്യമാണ്. പറഞ്ഞു. ആ ഉറക്കെ പറ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവദാസനാകാൻ ദൈവ മക്കളാകാൻ അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എന്താ തെറ്റിദ്ധരിച്ച് പറയണേ? തെറ്റിലൂടെ ശരിയിലേക്ക് വരത്തുള്ളൂ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ ദൈവദാസന്മാരാകാൻ ഇപ്പൊ ഞാൻ ദൈവദാസനായിട്ട് നിങ്ങളെ മുമ്പിൽ നിർവഹിക്കുന്നത് അത് തെറ്റാണോ? അല്ല. അതിനും ഒരു പദ്ധതി കൊണ്ട് ഒരു പാട്ടുണ്ട്. ഗ്ലോറി. പക്ഷെ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രനെ എന്നേക്കും വസിക്കും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചോളണം. എന്ന് ദാസനായിരിക്കാനല്ല, പുത്രനാകുവാനുള്ള ശുശ്രൂഷ അതിന്റെ അകത്ത് നടക്കണം, ദാസനാകാനുള്ള ശുശ്രൂഷ അതിന്റെ പുറത്ത് നടക്കണം. ഗ്ലോറി. സമയത്തിൽ ഞാൻ ദാസൻ, എന്റെ പുറത്തെ മനുഷ്യനെ കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ദാസനായി പ്രവർത്തിക്കുന്നു, എന്റെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ഈ രണ്ട് ശുശ്രൂഷ നമ്മൾ നടക്കണം. അതുകൊണ്ട് ദാസത്വ ശുശ്രൂഷ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയി അവസാനം അകത്ത് പുത്രത്വ ശുശ്രൂഷ നടന്നില്ല. കർത്താവ് അവസാനം പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ദാസത്വ ശുശ്രൂഷയുടെ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കും, ഞാൻ നിന്റെ നാമത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു കാര്യങ്ങൾ. പക്ഷേ യേശുവിനെ തന്നത് ദാസന്മാരെ കൊയ്യാനല്ല, യേശുവിനെ തന്നത് പുത്രനെ തന്നത് പുത്രന്മാരെ കൊയ്യാനാ. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഇത് പിശാച് തന്റെ പ്രവൃത്തി, ഈ ലോകത്തിന് ദൈവം പിശാചാ. അവൻ തന്റെ പ്രവൃത്തിയിലൂടെ ഇതെല്ലാം മറച്ചിരിക്കുക. ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചു. ആരൊളിച്ചു? ആരന്വേഷിച്ചു? ആരൊളിച്ചെന്ന് ആരന്വേഷിച്ചേ? മത്തായി 13:44 പറഞ്ഞേ ഒളിച്ചു വെച്ചു. അത് വേറൊരു മനുഷ്യൻ കണ്ടു. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഇല്ലില്ല, പുള്ളിക്കാരൻ ഓടിച്ചെന്ന് അത് ചെയ്തു. ആദ്യം പുള്ളിക്കാരൻ അത് വീണ്ടും ഒളിച്ചു. ഓൾറെഡി ഒളിച്ചിരുന്നതിനെ വീണ്ടും ഒന്നും കൂടി ഒളിച്ചു. ആത്മലോകത്ത് നടന്ന കാര്യമായതുകൊണ്ട് നമ്മൾ വരെ ശ്രദ്ധിച്ചോ? നമ്മൾ അന്വേഷിക്കാനേ പോയില്ല. ദൈവത്തിന് അങ്ങനെയാ. ദൈവദാസനെ ഒന്ന് വായിച്ചേ 13:44, മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയുടെ സദൃശ്യം. ഒളിച്ചു വെച്ച പറഞ്ഞ ഒളിച്ചു വെച്ച. അപ്പൊ ഒളിച്ചു വെച്ചാന്ന് പറയുമ്പോ അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടല്ലോ, ഇല്ലേ? ഒളിച്ചു വെച്ചിരിക്കുക. അപ്പൊ ആർക്കും അറിയാം ഇത് ഒളിക്കണം, ഇത് ചിലരൊന്നും കാണാൻ പാടില്ല, ചിലരൊന്നും ഇത് കാണാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ലേ ഒളിക്കണേ? അല്ലെങ്കിൽ ഒളിക്കേണ്ട ആവശ്യമുണ്ടോ? ഒളിച്ചു വെച്ചു. ഇനി അത് താഴേക്ക് വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയുടെ സദൃശ്യം. ഒളിച്ചു വെച്ച നിധിയുടെ സദൃശ്യം അതൊരു മനുഷ്യൻ കണ്ട്. ഒളിച്ചു വെച്ചത് ഒരു മനുഷ്യൻ കണ്ടു. അപ്പൊ കണ്ടത് ഒളിച്ചു വെച്ച മനുഷ്യനായിരിക്കും, വേറെ മനുഷ്യനായിരിക്കും? ഒളിച്ചു വെച്ചാൽ ഓൾറെഡി അറിയാതെ അവിടെ ഉണ്ടെന്ന്. അത് ഒരു മനുഷ്യൻ കണ്ടു. ഒരു മനുഷ്യൻ അത് കണ്ടു. അപ്പൊ ആദ്യത്തെ ആളല്ല കണ്ടത്, വേറെ ആളാ. അത് കണ്ടിട്ട് അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട്. ശ്രദ്ധിച്ച്. രണ്ടാമത് കണ്ട മനുഷ്യൻ ആദ്യം ചെയ്ത പരിപാടി എന്താ? കണ്ട ഉടനെ പോയിട്ട് ഒളിച്ചു വെച്ചതിനെ വീണ്ടും ഒന്ന് മറച്ചിട്ടു. ഇപ്പോ സ്വർഗരാജ്യത്തിന്റെ മുകളിൽ എത്ര മറ വീണു? 2 മറ വീണു. 2 മനുഷ്യർ അതിനെ മറച്ചു കളഞ്ഞു. ഇനിയാണ് നമ്മളോട് പറയുന്നത് സ്വർഗരാജ്യം അന്വേഷിപ്പിൻ. ഇനിയാണ് നമ്മളോട് പറയുന്നത് സ്വർഗരാജ്യം അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അന്വേഷിച്ച എന്താ ഗുണം? നീ കണ്ടെത്തും. ഹല്ലേലൂയ. അങ്ങനെ ഈ 2 മറ കൊണ്ട് മറച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിൽ, വെളിപ്പെടേണ്ടവരുടെ ഹൃദയത്തിൽ ഇത് വെളിപ്പെട്ടില്ല. നമ്മളാ ഇത് കാണേണ്ടത്. നമ്മുടെ അകത്ത് ഇത് കാണാൻ പറ്റാത്തതിന്റെ കാരണം ഈ 2 മറ കിടക്കുക. ഈ 2 മറ നീക്കപ്പെട്ടാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ റിലീജിയസ് ക്രിസ്ത്യാനികളായി ജീവിച്ച് ഇവിടെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ വളർന്നു പോകാം. എന്നാൽ ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും ഈ ദൈവരാജ്യത്തിലേക്ക് അഡ്വാൻസ് ചെയ്യണം. കാരണം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഈ രാജ്യമാണ് പിതാവ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ദൈവ കുടുംബമാണ് നിങ്ങൾക്കുള്ള ഓഫർ. അപ്പൊ ഈ നാളുകളിൽ ഇത് വെളിപ്പെട്ടേ പറ്റൂ. യേശു ഇതിന്റെ പ്രസംഗം ആരംഭിച്ചു. നമ്മൾ ഇന്നലെ കേട്ടു മത്തായി 4:17 യേശു പ്രസംഗം ആരംഭിച്ചു. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുവിൻ. അതിന്റെ അർത്ഥം
വ്യത്യസ്തമായി ചിന്തിക്കുവിൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതുവരെ ചിന്തിച്ച രീതിയിലല്ല, തല തിരിഞ്ഞ് ചിന്തിപ്പിൻ. ഗ്ലോറി. കാരണം ഇപ്പൊ കുഞ്ഞെ നിന്റെ ചിന്ത തല തിരിവാ. അത് നേരെ ചിന്തിക്കാനാണ് പറയുന്നതിന്റെ അർത്ഥം. ഗ്ലോറി. ഇനി തുടർന്നുള്ള അഭിനയത്തിലൂടെ എല്ലാം നിങ്ങളെ കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കിച്ചു തരും. അപ്പോൾ നിങ്ങളുടെ അകത്ത് ഇത്രയും നാളും കെട്ടപ്പെട്ട പിശാച മൂടിയിട്ട മറകള് അങ്ങ് മാറാൻ തുടങ്ങും. ഗ്ലോറി. ഹല്ലേലൂയ. ആ മൂടിയിട്ട മറകൾ മാറുവാൻ തുടങ്ങും. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഇത് ഞാൻ എൻ്റെ വായിലെ സ്വരമായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, അകത്ത് ആത്മാവ് വെളിപ്പെടുത്തി തരണം. ഇത്രയും പേര് നിങ്ങളോട് വന്നല്ലോ, അതിനായി ദൈവത്തിന് സ്തോത്രം. കാരണം വരം ലഭിച്ചിട്ടല്ലാതെ ഇവിടെ വരാൻ പറ്റത്തില്ല. പുറത്തുള്ളവർക്കോ ഇത് ഉപമകളായി ലഭിക്കുന്നു, നിങ്ങൾക്കോ ഇത് അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നു. എൻ്റെ വാക്കല്ല, യേശുവിന്റെ വാക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്തതാ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ അകത്ത് കയറിയിട്ടും ഇതാ വഴിയരികിൽ വീണ വിത്ത് പോലെ ആകരുത്. പകരം ഇതാ ദൈവരാജ്യത്തിന്റെ വിത്തുകൾ അകത്ത് വീഴുന്നതാണ് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്തത്. ഹല്ലേലൂയ. അത് അടിസ്ഥാനമായ ഉപമ കർത്താവ് പറഞ്ഞത്. ഈ ഉപമ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഏതാ മനസ്സിലാകുന്നേ? ഒരു ചോദ്യം ചോദിച്ചു. അതിന്റെ അർത്ഥം ഇതാണ് അടിസ്ഥാനമായ ഉപമ. ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഏതാ മനസ്സിലാകുന്നേ? അപ്പൊ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങളുടെ പണത്തിന്റെ പുറകെ അല്ല പിശാച്, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പുറകെ അല്ല പ്രാഥമികമായിട്ടും പിശാച് നിങ്ങൾ കേൾക്കുന്ന ദൈവരാജ്യത്തിന്റെ വചനത്തിന്റെ പുറകെയാണ്. ശ്രദ്ധിക്കുക, വചനം ശ്രദ്ധിച്ചോളണം. ദൈവരാജ്യത്തിന്റെ വചനത്തിന്റെ പുറകെ, നിത്യജീവന്റെ വചനത്തിന്റെ പുറകെ. ഗ്ലോറി. ഹല്ലേലൂയ. വചനം രണ്ട് തരത്തിലുണ്ട്. ഈ വേദപുസ്തകത്തിൽ രണ്ട് തരത്തിലാണ് വചനം. ഗ്ലോറി. എല്ലാം ദൈവവചനം തന്നെയാ. ഓരോ സീസണിലുള്ള വചനമുണ്ട്. നിത്യജീവന്റെ വചനവും ഉണ്ട്, ലോക ജീവനത്തിന്റെ വചനവും ഉണ്ട്. കാരണം മനുഷ്യൻ ഏത് മോഡലാ? ഡ്യുവൽ ട്രാക്കാ. ഹലോ, മനുഷ്യൻ ഡ്യുവൽ ട്രാക്ക് ആയതുകൊണ്ട് സൃഷ്ടാവായ ദൈവം ഈ പുസ്തകത്തിൽ രണ്ട് തരം വചനം വെച്ചിട്ടുണ്ട്. രണ്ട് ദൈവവചനം തന്നെയാ. ഒന്ന് ലോക ജീവത്തിന്റെ വചനം. ഗ്ലോറി. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ? ലോക ജീവിതത്തിന്റെ വചനം. ഗ്ലോറി. സമയത്തിൽ വയലിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടാലും ഒന്ന് സെമിത്തേരിയുടെ അപ്പുറം പോകത്തില്ല. ഗ്ലോറി. ഇതാണ് പുറത്തെ മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നത്. അതാ ദൈവം മനുഷ്യനെ, ഇത് അകത്തെ മനുഷ്യൻ നിത്യതയിൽ ജീവിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അതാണ് പത്രോസ് പറഞ്ഞത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുക? നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങളുടെ ശാസ്ത്രിമാരുടെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയാമോ? അവരുടെ കയ്യിലുണ്ട് ലോക ജീവിതത്തിന്റെ വചനങ്ങൾ. രണ്ട് ദൈവവചനമാണ്. പിശാച് പുറകെ ഉള്ളത് ലോക ജീവിതത്തിന്റെ വചനത്തിന്റെ പുറകെ അല്ല, നിത്യജീവന്റെ വചനത്തിന്റെ പുറകെയാ. അവൻ കുറേ ഓടിയേക്കണേ. അത് നമ്മുടെ അകത്ത് വിടരുത്. അതാണ് അവൻ മറക്കുന്നത്. ഹലോ, ദൈവത്തിന്റെ ആത്മാവ് അകത്തുണ്ടെങ്കിൽ അകത്ത് കയറും. ബൈബിളില് രണ്ട് തരത്തിലുള്ള വചനമുണ്ട്. കാരണം മനുഷ്യൻ ഡ്യുവൽ ട്രാക്കാ. പിശാച് മനുഷ്യനെ സിംഗിൾ ട്രാക്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ നിങ്ങൾ കേട്ടു, യേശുവിന്റെ പബ്ലിക് മിനിസ്ട്രിയിൽ തന്നെ ആദ്യം യേശു പ്രസംഗിച്ചത് സ്വർഗരാജ്യം ലോകത്തോടെ വിളിച്ചു പറഞ്ഞതിന് മുമ്പ് ആദ്യം യേശു പ്രസംഗിച്ചത് പിശാചിനോടാ. മത്തായി 4:4 സകല ലോകത്തെ സിംഗിൾ ട്രാക്ക് ആക്കിയ പിശാച്. എന്താ സിംഗിൾ ട്രാക്ക്? ജഡ സൈഡിൽ മാത്രം പ്രവർത്തിക്കുക. ഒരു ട്രെയിൻ പോകണമെങ്കിൽ ഡ്യുവൽ ട്രാക്കാ. രണ്ട് ട്രാക്ക് ഇട്ട് കൊടുക്കണം, രണ്ട് പാളം ഇട്ട് കൊടുക്കണം. ഇതുപോലെ മനുഷ്യന് രണ്ട് പാളം വേണം, സമയത്തിലും നിത്യതയിലും. പിശാച് വന്നിട്ട് പറയുന്ന കാര്യം എന്താ? ഈ കല്ലുകളെ അപ്പമാക്ക. നീ ഒരു കൃപാവര പ്രാർത്ഥനല്ലേ? അതിന്റെ പാരഫ്രൈസ് ചെയ്യുമ്പോ ഈ കല്ലുകളെ അപ്പമാക്ക. നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്ന്. കൽപ്പിച്ചാൽ മതി. മാവ് മേടിക്കണ്ട, കുഴയ്ക്കണ്ട, ഈസ്റ്റ് ഇടണ്ട, കുളിപ്പിക്കണ്ട, കൽപ്പിച്ചാൽ മതി. കല്ലപ്പമാവും. ഈ മല നീങ്ങി പോകാൻ കൽപ്പിച്ചാൽ മതി. ബുൾഡോസർ വേണ്ട, കൽപ്പിച്ചാൽ മതി. ഗ്ലോറി. യേശുവെ നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തരാം. പിശാച് പറഞ്ഞു കൊടുക്കുക, നീ ദൈവപുത്രനല്ലേ, കൽപ്പിക്കേ, ഇതിനെ അപ്പമാക്ക, അതിനെ കഴിച്ചോ. ഇതാ ജഡത്തിന്റെ സൈഡിലേക്ക് കൊണ്ടുവരികയാ. കൃപ പോലും നീ ഉപയോഗിച്ചോ. എന്തിനാ? കഴിക്കാൻ. നെറ്റിയിലെ വേർപോട് കഴിച്ചോ, പ്രസംഗിച്ച് കഴിച്ചോ, കൃപ ഉപയോഗിച്ച് കഴിച്ചോ. സിംഗിൾ ട്രാക്ക് ആക്കുകയാ. കർത്താവ് അവനെ തിരുത്തി. മനുഷ്യൻ അപ്പം കൊണ്ട്, പുട്ട് കൊണ്ടും ചോറ് കൊണ്ടും കുപ്പൂസ് കൊണ്ടും ചപ്പാത്തി കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. അത് പുറത്തെ മനുഷ്യൻ. അത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണമെന്ന് അവർക്ക് അറിയാം. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി 5 ദിവസം ഞാൻ അതിനു വേണ്ടിയാ പ്രവർത്തിച്ചേ. ക്രിയേഷണൽ റീക്രിയേഷണൽ
എന്നാൽ മനുഷ്യൻ ജീവിക്കേണ്ടത് പുറത്തുള്ള അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് ഓരോ വചനം കൊണ്ട് അവൻ ജീവിക്കണം. അകത്തെ മനുഷ്യൻ ഗ്ലോറി. അപ്പൊ ഈ ഡ്യുവൽ ട്രാക്കാ. എപ്പോഴും പിശാചി മനുഷ്യൻ സിംഗിൾ ട്രാക്ക് കൊണ്ടിരിക്കുക. എന്താ സിംഗിൾ ട്രാക്കാ? പ്രയോജനമില്ലാത്തത്. ഇതാ കർത്താവ് പറഞ്ഞേ, ഫ്ലാഷ് പ്രോഫിറ്റ് നത്തിങ്. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവത്രേ ജീവൻ തരുന്നത്. ഗ്ലോറി. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 6:27, മക്കളെ നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്. സമയത്തിലുള്ളത് അതിന് മാത്രം ജനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, അതൊക്കെ നമുക്ക് ആവശ്യമാ. എത്രത്തോളം ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് കരുതുവിൻ. ആ ഒരു ലിമിറ്റേ ദൈവത്തിന് അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ ആ ലിമിറ്റ്, ആ വേലി പൊളിക്കുന്നവരെ പാമ്പ് കടിക്കും. ഹല്ലേലൂയ. പലരെയും പാമ്പ് കടിച്ചിരിക്കുന്നതിന്റെ കാര്യം ആ വേലി പൊളിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ വേലി പൊളിക്കരുത്. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വീഴരുത്. ഗ്ലോറി. ഹല്ലേലൂയ. ഏത് ലെവലാണോ ദൈവം ഭാവിക്കാൻ തന്നിരിക്കുന്നത് ആ ലെവലിൽ ഭാവിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് ഭാവിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ജനത്തെ ഇപ്പൊ പിശാച് കൊടുക്കുന്ന കടത്തിലിട്ട് കൊടുക്കുകയാ. ക്രെഡിറ്റ് കാർഡിലിട്ട് കൊടുക്കുക, കടത്തിലിട്ട് കൊടുക്കുകയാ. എങ്ങനെ, എന്താ സംഭവം? ഒറ്റ കാര്യമുള്ളൂ, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വീഴരുത്. കർത്താവ് പറഞ്ഞു, ഇവ ഈ കുഞ്ഞിനെ അത് അനുസരിക്കാൻ മനസ്സില്ല. ഹല്ലേലൂയ. എന്റെ കയ്യിൽ 4 ലക്ഷം രൂപയുണ്ട്, എനിക്കൊരു കാറ് വേണം, ഒരു മാരുതി 4 ലക്ഷം രൂപ മാരുതി ഇതാ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ മുകളിൽ എനിക്ക് കപ്പാസിറ്റി ഇല്ല. അങ്ങനെ 4 ലക്ഷം രൂപ കൊടുത്തൊരു മാരുതി വാങ്ങിച്ചു. കയ്യിൽ 5 പൈസ ഇല്ല, പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ല. പക്ഷെ വീടിന്റെ മുമ്പിൽ മാരുതി ഉണ്ട്. ഞെരുങ്ങി പോകാം. എന്നാൽ എന്റെ നാത്തൂന് അവര് ടൊയോട്ടയുടെ വണ്ടി വാങ്ങിച്ചു 21 ലക്ഷം രൂപ. അപ്പൊ ഇങ്ങനെ ഞാൻ എങ്ങനെ ഒരു മാരുതി വാങ്ങിക്കണേ? എനിക്ക് ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിക്കണം. അതുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു 4 ലക്ഷം രൂപയുടെ കടം വാങ്ങിച്ച് അങ്ങനെ 8 ലക്ഷം രൂപ കൊണ്ടുപോയി 10% ഡൗൺ പേയ്മെന്റും കൊടുത്ത് 80 ലക്ഷം രൂപയുടെ മേഴ്സിഡസ് വാങ്ങിച്ച് വീടിന് മുമ്പിലിട്ടോ കടക്കാരനായി. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചുയർന്നു. മനസ്സിലായോ? കടം വന്നുണ്ടോ? പെട്രോൾ അടിക്കാനും പൈസ ഇല്ല, അടയ്ക്കാനും പൈസ ഇല്ല. ടൈറ്റായി. ബ്രദറെ, എന്റെ കാര്യം നോക്കണേ, ഭയങ്കര വിഷമത്തിലായിരിക്കും, വേണ്ടി പ്രാർത്ഥിക്കണേ. ഡെലിവറൻസ് മീറ്റിംഗ് ആവശ്യം. ഗ്ലോറി. കുഞ്ഞെ, ദൈവവചന അനുസരിച്ചില്ല എങ്കിൽ ഡെലിവറൻസ് മീറ്റിംഗ് ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. ഗ്ലോറി. ദൈവവചന അനുസരിച്ചില്ല. സോണിയുടെ TV മേടിച്ചു, 110 വോൾട്ട്, അതുകൊണ്ട് 210 കൊടുത്തു, അത് പൊട്ടിപ്പോയി. ഗ്ലോറി. തിരുവചനം വായിക്കുക, ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിക്കേ, അതനുസരിച്ച് പ്രവർത്തിക്കേ. ഗ്ലോറി. ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരരുത്. ഹല്ലേലൂയ. പകരം വേറൊരുത്തരൊന്ന് ചിന്തിച്ചു, എന്നായാലും 4 ലക്ഷം രൂപയുണ്ട്, എനിക്കിപ്പോ എന്തിനാ ഒരു മാരുതി കാറ്? അവര് വാങ്ങിച്ചു, ഇവര് വാങ്ങിച്ചു. അച്ഛാ, നമുക്ക് അതുകൊണ്ട് അതിനേക്കാൾ വലുത് വാങ്ങിക്കണം. എന്തിനാ മോളെ, നമുക്ക് നമ്മളാകെപ്പോലെ 2 പേരല്ലേ ഉള്ളൂ, ഒരു സ്കൂട്ടർ പോരെ, അത് നമുക്ക് നല്ലത് വാങ്ങിക്കാം. 30,000 രൂപയുടെ ഒന്നും വേണം, നല്ലതാണ് 50,000 വാങ്ങിക്കാം മോളെ. അവയെ തോപ്പിച്ചു. എന്നിട്ട് ഇതാ 50,000 ഒരു സ്കൂട്ടർ വീടിന് മുമ്പിൽ വന്നു. 3.5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസും വീട്ടിലൊരു വേലക്കാരൻ കൂടി വെച്ചു. ഹല്ലേലൂയ. എങ്ങനെയുണ്ട്? കടക്കാരനാണോ? ബാങ്ക് ബാലൻസ് ഉണ്ടോ? വീട്ടിൽ വേലക്കാരനുണ്ടോ? അതിനുശേഷം 12ാം അധ്യായത്തിൽ പറയാ, വലിയ ഭാവം അടിച്ചിട്ട് ഇറക്കുന്നതിനേക്കാൾ നല്ലത് തുച്ഛീകരിക്കും. മറ്റുള്ളവർ സ്കൂട്ടറേ ഉള്ളൂ, അയ്യോ അപ്പൊ അതിന് വലിയ മാനമൊന്നുമില്ല, മറ്റുള്ളവർ വലിയ മാനമൊന്നും നടത്തിയില്ലെങ്കിലും വീട്ടിലൊരു വേലക്കാരനുള്ളവൻ അതിനേക്കാൾ ഭേദമാണ്. മനസ്സിലായോ? ഗ്ലോറി. സഹോദരങ്ങളെ, ഭാവിക്കേണ്ടതിന് മുകളിൽ ഭാവിച്ചു വരല്ലേ. ദൈവം ഏത് അളവിൽ തന്നു അതിനനുസരിച്ച് ഭാവിച്ചാ പോരെ. ഗ്ലോറി. 2 കിട്ടിയാൽ 5 ഭാവിക്കണ്ട. 5 കിട്ടിയാൽ 2ലേക്കും പോകണ്ട. അവനവന്റെ നിലയിൽ. പിശാചിന്റെ കയ്യിലെ കുടുക്കിൽ വീഴല്ലേ. ഹല്ലേലൂയ. നമ്മളിവിടെ നമ്മുടെ സാമ്രാജ്യം സ്ഥാപിക്കാനല്ല നടക്കേണ്ടേ, ദൈവത്തിന്റെ രാജ്യമാണ് നമ്മളിലൂടെ സ്ഥാപിക്കപ്പെടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയരെ, ആ ദൈവീയ കുടുംബത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ടുപോകുകയാണ്. അതുകൊണ്ട് 2 ടൈപ്പുള്ള വചനം ഇതിന്റെ അകത്തുണ്ട്. മനുഷ്യന് അവന്റെ ജഡം, അതായത് ഈ ലോക ജീവിതത്തിന്റെ വചനവും അതോടൊപ്പം തന്നെ നിത്യജീവന്റെ വചനവും. ഗ്ലോറി. യേശുവിനെ എപ്പോ തൊട്ടാലും നിത്യജീവന്റെ വചനമാ റിലീസ് ചെയ്യപ്പെടുക.
Glory to God. എന്നാൽ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാം ജനജീവിതത്തിന്റെ വചനങ്ങളാണ് അവിടെ നമുക്ക് റിലീസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് ഭാഗങ്ങളാണ്. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കരുത്. കാണുമ്പോൾ അതിൻ്റെതായ രീതിക്ക് എടുത്തുകൊള്ളണം. ഒന്നിന്ന് വലിച്ചു കയറി കളയാനുള്ളതല്ല, രണ്ടും ആവശ്യമാണ്. പക്ഷെ അതിന്റെ രീതിക്ക് എടുത്തുകൊള്ളണം. അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ വെറുതെയാവും. എന്റെ അഭിപ്രായമല്ല, യേശുവിന്റെ അഭിപ്രായമാണ്. അതായത് യേശു പറയാ, ഞാൻ തരുന്ന നിത്യജീവന്റെ മൊഴികൾ എടുത്തിട്ട് കുഞ്ഞെ നീ കൊണ്ടുപോയി ആ പഴയ നിയമത്തിന്റെ ആ മൈൻഡ് സെറ്റ് ഡയറക്ഷനിൽ കൊണ്ട് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് നീ ആ പഴയ തുരുത്തി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ആ തുരുത്തി കുഞ്ഞെ, അത് നിന്റെ സോള് അത് പൊട്ടിപ്പോകും. വീഞ്ഞ് നീ കേട്ട വചനം ഒഴുകി പോകും. രണ്ടും പ്രയോജനമില്ലാത്തതായി തീരും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. രണ്ടിനും അതിന്റെ സ്ഥാനമുണ്ട്. ആ സ്ഥാനങ്ങൾ നിർത്തുക. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. ആരൊക്കെയോ പറയുന്നത് പോലെ പഴയ നിയമം ചിക്കിരി കളണമെന്നോ ഇല്ലെന്നോ ഒന്നുമല്ല. അതവിടെ വേണം. അതുകൊണ്ട് വേണം നമുക്ക് പുതിയ നിയമത്തെ ഉറപ്പിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഒരു സിംഗിൾ ലൈനിലാണ് കിടക്കുന്നത്. പക്ഷെ ഡയറക്ഷൻ നമ്മൾ മാറ്റി, ഡയറക്ഷൻ ദൈവം ആഗ്രഹിച്ച ഡയറക്ഷനിൽ വേണം അത് മനസ്സിലാക്കുവാൻ എന്ന് മാത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പദ്ധതി നാം കണ്ടു കഴിഞ്ഞു. നാം ജീവിക്കേണ്ടത് ശ്രദ്ധിച്ച് ഇത് രണ്ടാമത്തെ ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ജൂദ 1:1. യൂദ 1:1. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഈ വാക്യം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. ഓ ഗ്ലോറി. നിങ്ങളുടെ ഇത് കാണുവാനായിട്ട് കഴിയും. ബോർഡിലേക്ക് നോക്കിയാട്ടെ. This letter is from Jude, a servant of Jesus Christ and a brother of James. I am writing to all who are called to live in the love of God the Father. നമ്മള് എങ്ങനെ ജീവിക്കേണ്ടത് അറിയാമോ? നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. We are called to live in the love of God the Father and the care of Jesus Christ. Amen. നമ്മളെ വിളിച്ചതിനറിയാമോ? ദൈവ സ്നേഹത്തിൽ ജീവിക്കാനാണ്. ദൈവ സ്നേഹത്തിൽ ജീവിക്കാൻ, ദൈവിക കുടുംബത്തിൽ ജീവിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഗ്ലോറി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം, പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാർ ഒന്ന് ശ്രദ്ധിച്ചേ. എന്തെങ്കിലും കിട്ടുന്നത് വായിച്ചതും പോയി പ്രസംഗിക്കുകയോ എന്തെങ്കിലും പറഞ്ഞ് സാക്ഷ്യം പറയുകയോ ഒന്നും അല്ല സഹോദരങ്ങൾ. യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പന്റെ സ്നേഹത്തിൽ ജീവിക്കുക. ഇതിനകത്തെ മനുഷ്യനെ കുറിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി മനസ്സിലാക്കിയോ? ദൈവരാജ്യത്തിലെ അകത്തെ മനുഷ്യൻ വരുന്നേ. പുറത്തെ മനുഷ്യൻ ലോകരാജ്യത്തിലും. ഗ്ലോറി. ഹല്ലേലൂയ. സി, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മോനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായി. എന്റെ മോനിപ്പോ സ്നാനപ്പെട്ടു. 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗൾഫിലാ. കഴിഞ്ഞ 1 മാസം മുമ്പ് ഇവിടെ വെച്ചായിരുന്നു സ്നാനം. ലോകത്തിലിറങ്ങിയ വളരെ ചുരുക്കം പുള്ളി സംസാരിക്കും. വളരെ ശ്രദ്ധിച്ച് സംസാരിക്കും. കാരണം കൃപയാ ജനനം മുതൽ ദൈവരാജ്യത്തിന്റെ വചനം കേട്ട് വളർന്നതാ. ദൈവരാജ്യത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളമായി സംസാരിക്കണമെങ്കിൽ അത് ദൈവവചനമായിരിക്കും. അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേഗതയും പറയാൻ വളരെ താമസമുള്ള വ്യക്തിയായിരിക്കും. ലോകത്തിൽ ഇറങ്ങിയ അധികം സംസാരിക്കത്തില്ല. പക്ഷേ ഞങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കയറിയ അതിനൊരു പെങ്ങളുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. എപ്പോഴും മമ്മി 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 പപ്പ 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 മമ്മി മമ്മി കൊഞ്ചലോടെ ഇങ്ങനെ പുറകെ നടക്കുകയാ. അപ്പൊ അവന് അമ്മ പറയും, കണ്ടോ അവന് നാവിലെന്ന് പറഞ്ഞ വെറുതെയാ. അവൻ അമ്മയുടെയും അപ്പന്റെയും പെങ്ങളുടെയും മുമ്പിൽ വന്ന അവനിതാ മമ്മി 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 പപ്പ പപ്പ പപ്പ. ഞാനൊരു ഇതിൽ അവന് മാറ്റി നിർത്തി ഉദ്ദേശിച്ചു, മോനെ ഇത് നല്ലതാ, നീ നിന്റെ മമ്മിയുടെയും പപ്പയുടെയും മുമ്പിലാണ് ജീവിക്കണേ. ഇതേപോലെ നീ ദൈവത്തിന് മുമ്പാകെ ജീവിക്കണം. അവൻ ഞാൻ എന്റെ ജീവിതമാണ് പറഞ്ഞു കൊടുത്തേ. ഇതേപോലെ നീ ദൈവത്തിന് മുമ്പാകെ ജീവിക്കണം. ഞാൻ എപ്പോഴും വിളിക്കുന്നതെന്നറിയാമോ?
ഈ പ്രസംഗം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയാലും ഇതിനകത്തുള്ളപ്പോൾ എന്റെ അകത്തെ മനുഷ്യൻ വിളിച്ചോണ്ടിരിക്കുക, ഡാഡി 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 ഡാഡി. കാരണം എന്തിനാ അയാളെ സൃഷ്ടിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കാനാ ദൈവം എന്നെ സൃഷ്ടിച്ച്. ആ അപ്പന്റെ കെയറിൽ ജീവിക്കാനാ ദൈവം എന്നെ സൃഷ്ടിച്ച്. അതുകൊണ്ട് ലോകത്തെടുത്ത് സ്ട്രഗിൾ ചെയ്യാനല്ല. അപ്പന്റെ സ്നേഹത്തിൽ ഞാൻ ജീവിക്കുമ്പോ അപ്പന്റെ ചിന്തകൾ എന്റെ അകത്തേക്ക് അപ്പൻ തന്നുകൊണ്ടേ ഇരിക്കും. ഞാനിതാ ബുക്കുകളിലോ അതാ ലാപ്ടോപ്പുകൾ അത് വരച്ചുകൊണ്ടേ ഇരിക്കും. അത് ജനത്തിന് കൊടുക്കും. അവരുടെ ഉള്ളിൽ ജീവനായി 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 മാറും. കാരണം ജീവന്റെ നാഥനായ ദൈവത്തിൽ നാം പ്രാപിച്ചാൽ അത് ജനത്തിന്റെ ഉള്ളിൽ ജീവനായി തീരും. നമ്മളെ വിളിച്ചത് കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കാനാ. ആമേൻ, ഗ്ലോറി. ഈ സിസ്റ്റം എല്ലാം വിട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ ആളുകൾ കാണുന്ന രീതി ജീവിക്കാനല്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങൾ പല അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ കാണും. കോൾഗേറ്റ്, സോണി, പാനാസോണിക്. ഇതെന്തിനാ അവരിങ്ങനെ കമ്പനിയുടെ പേര് ഇങ്ങനെ മാത്രം എഴുതി വെച്ചേക്കണേ? വലിയ ലക്ഷങ്ങൾ കൊടുത്ത് എഴുതി വെച്ചേക്കണേ. എന്തിനാ എഴുതി വെച്ചേക്കണേ? അറിഞ്ഞുകൂടാ അല്ലെ? ഞാൻ പറഞ്ഞു തരട്ടെ. അത് അനന്യ സഫീറ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാണ്. ഹലോ, അത് ഇങ്ങനെയാ ആ സിസ്റ്റം. കാരണം ആ കോൾഗേറ്റ് എന്ന് എഴുതി വെക്കുമ്പോ, അല്ലെങ്കിൽ സിബക്ക, സോണി, പാനാസോണിക് എഴുതി വെക്കുമ്പോ ഇത് മനുഷ്യരുടെ കണ്ണുകൊണ്ട് മനുഷ്യർ കാണുകയാ. അങ്ങനെ മനുഷ്യരുടെ മനസ്സുകളിൽ ഇതാ ആ സോണി എന്ന നാമം, പാനാസോണിക് എന്ന നാമം സ്ഥാനം പിടിക്കുകയാ. അവരെ തന്നെ പ്രസിദ്ധമാക്കുകയാ. മനസ്സിലായോ? അവരുടെ ബ്രാൻഡിനെ അവർ മനുഷ്യ മനസ്സുകളിൽ ഇതാ വളർത്തുകയാ. ഗ്ലോറി, മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അതായത് അവരെ തന്നെ ലോകത്തിന്റെ മുമ്പാകെ വളർത്തുകയാ. ആമേൻ. ഇത് ലോകാനുരൂപത. എന്നാൽ ദൈവാനുരൂപത അങ്ങനെയല്ല. നമ്മളെ തന്നെ ലോകത്തിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വളർത്തുകയല്ല, പകരം നമ്മളെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വളർത്തുകയാ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിനുള്ളിൽ വളർത്തുകയാ. ഇവിടുത്തെ കിട്ടിയില്ല, മനസ്സിലായില്ല? പെട്ടെന്ന് ഇവിടുത്തെ കിട്ടത്തില്ല. ഒരിക്കലും സാത്താൻ പുള്ളി ഇവിടെയൊക്കെ കറങ്ങി അടിച്ച്, ഇവിടുത്തെ ഡ്യൂട്ടി പുള്ളിക്ക് കൊടുത്തിരിക്കണല്ലോ, കറങ്ങി അടിച്ച് ദൈവത്തിന് മുമ്പാകെ വന്നപ്പോ ദൈവം എടുത്തു വാങ്ങി ചോദിക്കുക, എന്റെ ദാസനായ യോബിനെ കണ്ടോ? ആഹാ, എന്തിയാ ദൈവമേ അങ്ങനെ ചോദിക്കാൻ? ഹൃദയം നിറഞ്ഞ കവിതല്ലേ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ. കാരണം ദൈവത്തിന്റെ ഹൃദയം നിറയെ ആരാ? യോബ. ദൈവത്തിന്റെ ഹൃദയം നിറയെ യോബ. കുഞ്ഞെ, എന്നെയും നിങ്ങളെ കുറിച്ച് കർത്താവ് അങ്ങനെ ഓർക്കുന്നുണ്ടോ? എന്നെയും നിങ്ങളെ കുറിച്ച് കർത്താവ് അങ്ങനെ ഓർക്കുന്നുണ്ടോ? കാരണം അദ്ദേഹം ഈ ലോകത്തിൽ മാത്രമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലും അവൻ വളർന്നവൻ. He's a prosperous man in the heart of God. Glory, hallelujah. മനസ്സിലായോ? അതാ റിയൽ പ്രോസ്പെറിറ്റി. ദൈവത്തിന്റെ ഹൃദയത്തിൽ വളരുക, അതാ റിയൽ പ്രോസ്പെറിറ്റി. അല്ല, ഞാനിവിടെ വളർന്നു, എല്ലാവരും മുമ്പിൽ വെച്ച് നല്ലത് ചെയ്ത് നല്ലതെന്ന് ലോകം പറയിപ്പിക്കാൻ വേണ്ടി അനന്യ സഫീറ മിനിസ്ട്രി ഞാനിവിടെ ചെയ്തു എന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇതിക്ക് എന്താ അനന്യ സഫീറ മിനിസ്ട്രി? അറിയാൻ പാടാത്തവർക്ക് പറഞ്ഞു തരാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോയാൽ ഈ ഒരു കുടുംബത്തെ അവിടെ കാണാം. അവിടെ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു കുപ്രോസ് ദ്വീപുകാരനെ തന്റെ സ്ഥലം വിറ്റിട്ട് അത് കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ ഒരാൾ അവിടെ നിന്ന് പൈസയും കൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോ ഇത്ര രൂപയാണ്, ഇത്ര കോടി. നിങ്ങളെല്ലാവരും കൂടി ഓ ജോസഫേ നിങ്ങൾ അകം പറയും ഇല്ലേ? അപ്പോ എന്ത് ചെയ്യും? ഈ ജോസഫ് നിങ്ങളുടെ ഹൃദയത്തിൽ അകത്തക്കങ്ങ വളരും. മനസ്സിലായോ? ഇത് കണ്ടപ്പോ ഒരു ഫാമിലിക്ക് അവിടെ കണ്ടുകടി, ഞങ്ങൾ ഇതുപോലെ വളരണം. ദൈവത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, കാഴ്ച തുടങ്ങുക, ഇതുപോലെ വളരണം. അവരെന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് അവരും പോയി സ്ഥലം വിറ്റു. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം കൊടുത്ത് മാറ്റി വെച്ചു. നമുക്ക് ആളുകളുടെ മുമ്പിൽ വലുതായ പോരെ, നമുക്ക് നമ്മുടെ പൈസ അധികം പോവുകയും ചെയ്യരുത്, എന്നാൽ ആളുകളുടെ മുമ്പിൽ ഹൃദയത്തിൽ വളരുകയും ചെയ്യണം. അവർ ഇതേപോലെ തന്നെ കൊണ്ടുവച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. ഹൃദയങ്ങളെ കാണുന്ന ദൈവം പിടിച്ചു. ഹൃദയങ്ങളെ കാണുന്ന ദൈവം പിടിച്ചു. അവരുടെ ചിന്ത, ഞങ്ങൾക്ക് മനുഷ്യ ഹൃദയങ്ങളെ വളരണം, ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റി കിട്ടണം. ഗ്ലോറി, ഹല്ലേലൂയ. രണ്ടും അവിടെ മരിച്ചു വീണു. ഇതൊരു ന്യായവിധിയുടെ സാമ്പിളാ. ന്യായവിധിയുടെ സാമ്പിളാ. കപടഭക്തിയുടെ സാമ്പിൾ ജഡ്ജ്മെന്റ് ആക്കേണ്ടത്. ഗ്ലോറി. അവിടെ കൃപയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗ്ലോറി ടു ഗോഡ്. രക്ഷിക്കപ്പെട്ടതാ രണ്ടെണ്ണോ, അവിടെ കൃപ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നിന്റെ ജഡ്ജ്മെന്റ്. ഗ്ലോറി, ഹല്ലേലൂയ.
വേശ്യ എന്ന് സമ്മതിച്ചാൽ ദൈവം ആ വേശ്യക്ക് കൃപ കൊടുക്കും അതിൽ നിന്ന് പുറത്തു വരാൻ. കള്ളനെന്ന് സമ്മതിച്ചാൽ ദൈവം അവന് കൃപ കൊടുക്കും അതിൽ നിന്ന് പുറത്തു വരാൻ. എന്നാൽ കള്ളൻ നീതിമാനായിട്ട് ചമഞ്ഞാൽ നോ വേ. അവരെ നോക്കിയ അന്നത്തെ ദൈവദാസന്മാരെ നോക്കി കർത്താവ് പറഞ്ഞ കപടഭക്തിക്കാരെ, നിങ്ങൾ കരയും കടലും കടന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞ ആളുകളെ കൊണ്ടുവരുന്നു. അതെ, എന്താ ചെയ്യണം? നീതിയുടെ കാര്യമാണ് ചെയ്യണേ. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ അകത്ത് കപടഭക്തിയാ. മറ്റുള്ളവരെ നമുക്ക് പറ്റിക്കാം, മറ്റുള്ളവർക്ക് എന്തും ചെയ്യാം. പക്ഷേ ദൈവത്തിന് മുമ്പാകെ സഹോദരങ്ങളെ നാം എന്തു ചെയ്യും? ഇന്ന് പ്രായത്തിൽ 7.2 ബില്യൺ ജനമുണ്ടെന്ന് ഭൂമിയിൽ. അവരെല്ലാം നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം പറയാ നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിന് മുമ്പിൽ അല്ല ജീവിക്കണ്ടേ, ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കേ. അതിന്റെ റിഫ്ലക്ഷൻ ലോകത്തിന്റെ മുമ്പാകെ കൊടുക്കേ. എങ്ങനെ? ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ചന്ദ്രന് പ്രകാശമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. പക്ഷെ ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടല്ലോ. ആ പ്രകാശം ഭൂമിക്ക് അനുഗ്രഹമല്ലേ? എങ്ങനെ ചന്ദ്രൻ പ്രകാശിക്കണേ? അതേപോലെ നമ്മളും പ്രകാശിക്കണം. എങ്ങനെ ചന്ദ്രൻ പ്രകാശിക്കണേ? സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ സൂര്യന്റെ പ്രകാശം തന്നിൽ വീഴുകയോ തന്റെ പ്രകാശം ഭൂമിക്ക് കൊടുക്കുകയോ അങ്ങനെ ഭൂമിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ജീവിച്ച ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ വരികയോ ആ പ്രകാശം ഭൂമിയിൽ വരികയും ചെയ്യണേ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജീവിതത്തിന് താല്പര്യമുണ്ടോ? അതോ മനുഷ്യരുടെ മുമ്പിൽ ജീവിച്ചാൽ മതിയോ? ഇവിടുത്തെ കുറെ കാര്യങ്ങളും ഇവിടുത്തെ കുറെ പരിപാടികളും നോ. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിന്റെ കാര്യം ഭൂമിയിൽ ചെയ്യാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാ അതിന്റെ പേരാ ദൈവ ഇഷ്ടം. അതാ ജഡ്ജ്മെന്റ് സീറ്റിൽ നോക്കണേ. എന്നെ കർത്താവ് എന്ന് വിളിച്ചോന്നൊന്നുമല്ല, സ്തുതിച്ചോന്നൊന്നുമല്ല നോക്കണേ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തോ എന്ന് അവിടെ ചെക്ക് ചെയ്യണേ. എന്ത് പറയും അവിടെ ചെന്നിട്ട്? എന്ത് പറയും? അമ്മേ, ഈ നാളിൽ മനസ്സിലാക്കി എന്താ പിതാവിന്റെ ഇഷ്ടം. നാം ഇന്നലെ കേട്ടു. എന്താ പിതാവിന്റെ ഇഷ്ടം? ഉൽപ്പത്തി 1:26 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ചേർന്നൊരു തീരുമാനമെടുക്കുക. ലെറ്റ് us make man. നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം. അവരുടെ സ്പെസിഫിക്കേഷൻ നമ്മുടെ സാദൃശ്യവും നമ്മുടെ സ്വരൂപവുമായിരിക്കണം. അതിനർത്ഥം ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. ഇതാ ദൈവത്തിന്റെ പ്രൊജക്ട്. 1 Corinthians 3:9 പറഞ്ഞ് ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താ 1 Corinthians 3:9 പറയുന്ന അറിയാമോ? നമ്മൾ ദൈവത്തിന്റെ വായിച്ചേ. മൈക്കിലൂടെ വായിച്ചു. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. മതി, അത്ര മതി. എല്ലാരും ഒതുപ്പിച്ചൊന്ന് പറഞ്ഞേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഒന്നുകൂടി പറഞ്ഞേ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഞങ്ങൾ ദൈവത്തിന്റെ അപ്പൊ ദൈവം എന്താ പരിപാടി? ദൈവത്തിന്റെ എന്താ പരിപാടി? ദൈവം ഒരു വേലയിലാണല്ലേ. ദൈവം ഒരു പ്രൊജക്റ്റിലാ. പറഞ്ഞേ, ദൈവം ഒരു വേലയിലാ. ദൈവം ഒരു പ്രൊജക്റ്റിലാ. ദൈവം ഒരു വേലയിലാ. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ ആരെ ഇഷ്ടപ്രകാരം ചെയ്യണം? ഇപ്പൊ ഇവിടെ ഫാൻ ഒന്നുമില്ല. ഒരു ഇലക്ട്രീഷ്യൻ ഇത് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ഇലക്ട്രീഷ്യൻ കുറച്ച് ഹെൽപ്പേഴ്സിനൊക്കെ കൊണ്ടുവന്ന് പരിപാടി തുടങ്ങി. അപ്പോ ആ കൂടെ വന്നവരൊക്കെ ഇലക്ട്രീഷ്യന്റെ ആരാ? കൂട്ടുവേലക്കാരാ. അപ്പൊ നമ്മൾ ആരാന്ന് പറയണേ? ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാ. ഈ കൂട്ടുവേലയ്ക്ക് വന്നവർക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഇവിടെ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, രണ്ടുപേരും തമ്മിൽ ഗുസ്തി ഇടുന്നു. അതിലൊഴിയോളം തന്റെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നു, വേറെ ആള് XYZ ഇന്റർനാഷണൽ വേറെ പ്രൊജക്ട് ഉണ്ടാക്കുന്നു, ഇപ്പുറത്ത് വേറെ പ്രൊജക്ട് ഉണ്ടാക്കുന്നു. ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഫാൻ ഫിറ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. ഇലക്ട്രീഷ്യന്റെ ഇഷ്ടം എന്താണെന്ന് ഇലക്ട്രിക്കൽ ഹെൽപ്പേഴ്സിനെ അറിഞ്ഞുകൂടാ. മനസ്സിലായോ? ഇത് ദൈവം ചെയ്യുന്ന പ്രൊജക്ട് എന്താണെന്ന് ദൈവവേല ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? അപകടം മനസ്സിലായോ? ജഡ്ജ്മെന്റ് സീറ്റിൽ പിടിക്കണം അവിടെ ഇട്ടാ. എന്റെ കർത്താവ് എന്ന് പറയുന്നവരല്ല, എന്റെ പ്രൊജക്ട് അല്ലെങ്കിൽ എന്റെ ഇഷ്ടം ചെയ്യുന്നവരാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്.
ഗ്ലോറി. മനസ്സിലായോ സഹോദരങ്ങളെ? അപ്പോ എന്താ ദൈവ ഇഷ്ടം? ഉൽപ്പത്തി 1:26 കർത്താവ് പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ചേർന്ന് പറയാം, നമുക്ക് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. 1-ാം അധ്യായം പറഞ്ഞ് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം, വെളിപ്പാട് പുസ്തകം 21:7 പ്രൊഡക്റ്റ് റെഡി. 21:7 ജയിക്കുന്നവർ അവകാശമാക്കും. ഞാനൊരു ദൈവം, അവനെനിക്ക് മകനുമായിരിക്കും. പ്രൊഡക്റ്റ് റെഡി, ബൈബിൾ ഫിനിഷ്. ഗ്ലോറി. 1-ാം അധ്യായം അവസാന അധ്യായം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോ ബൈബിൾ ഫിനിഷ് ആയി. അത് നമ്മൾ മനസ്സിലാക്കി. ദിസ് എ പ്രൊഡക്ഷൻ മാനുവൽ. ഇത് ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ, സോണിയുടെ പ്രൊഡക്ഷൻ മാനുവലിൽ ഉപയോഗിച്ച ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ സോണി ടിവികൾ പുറത്തിറങ്ങുന്നത് പോലെ ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവപുത്രന്മാർ പുറത്തിറങ്ങും. ഇതിനുവേണ്ടിയ സകല സൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. ഇതിനു വേണ്ടിയാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇതിനു വേണ്ടി നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. റോമലേഖനം 8:28-29 മുൻ നിയമിച്ചിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. റോമലേഖനം 7:23 പറയാ, രക്ഷിക്കപ്പെട്ടത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാം, അതായത് രക്ഷിക്കപ്പെട്ട നമ്മൾ ഇന്ന് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ പുത്രത്തിലേക്ക് നാം മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ അടുക്കൽ ഒരു സംശയവുമായിട്ട് കടന്നു വന്നു. ആ സംശയവുമായിട്ട് അവർ കടന്നു വന്നപ്പോ, പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ സംശയവുമായിട്ട് അവർ കടന്നു വന്നത് എങ്ങനെയാണ്? സദൂക്കി എന്ന് പറയുന്നൊരു കൂട്ടർ, പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നൊരു കൂട്ടർ, അവർ കർത്താവിന്റെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി. അവർ കടന്നു വന്നിട്ട് പറഞ്ഞു, ഒരു സഹോദരൻ ഒരു സഹോദരി വിവാഹം കഴിച്ചു. ആ സഹോദരൻ മരിച്ചു. ആ സഹോദരി മോശയുടെ നിയമപ്രകാരം ആ സഹോദരന്റെ വീട്ടിലുള്ള അനിയനെ അല്ലെങ്കിൽ ചേട്ടനെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം. അങ്ങനെ ആ വീട്ടിലുണ്ടായ 7 സഹോദരന്മാരെ വിവാഹം കഴിച്ചു. അവസാനം അവരെല്ലാം മരിച്ചു, സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ ഈ 7 സഹോദരന്മാരെ വിവാഹം കഴിച്ചല്ലോ, ഇതിൽ ആർക്ക് ഭാര്യയായിരിക്കും? അവർ ചിന്തിച്ചു, യേശു ഇപ്പൊ കൊടുക്കും. ഞങ്ങളുടെ വാദം പുനരുദ്ധാനം ഇല്ലെന്നല്ലേ, ഇപ്പൊ കൊടുക്കും. യേശു പറഞ്ഞു, നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. ദൈവവചനത്തെ കുറിച്ച്, അതിന്റെ ശക്തിയെ കുറിച്ച് അറിവില്ലാത്തതോട് നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. പുനരുദ്ധാന ജീവിതത്തിന് യോഗ്യരാകുന്നവർ, ഈ ലോക ജീവിതത്തിൽ നിന്ന് ആ ലോക ജീവിതത്തിന് യോഗ്യരാകുന്നവർ. ആ വാക്കിൽ നിന്ന് തന്നെ ഒരു സന്ദേശം കിട്ടി. ഈ ലോക ജീവിതം ആ ലോക ജീവിതത്തിനുള്ള യോഗ്യത തെളിയിക്കാനുള്ള സ്ഥലമാണ്. ഈ ലോക ജീവിതത്തിൽ നിന്ന് ആ ലോക ജീവിതത്തിലേക്ക് യോഗ്യരാകുന്നവർ. അതിന്റെ അർത്ഥം ആ സ്വർഗീയ ജീവിതത്തിന് യോഗ്യത തെളിയിക്കാനുള്ള പരീക്ഷാ ഹാളാണ് ഭൂമി. എക്സാമിനേഷൻ ഹാളാണ് ഭൂമി. ഗ്ലോറി. അല്ലാതെ നമ്മുടെ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള സ്ഥലമല്ല ഈ ഭൂമി. ദിവസത്തിലെ ഓരോ ചോദ്യവും ഓരോ സംഭവവും ഓരോ ചോദ്യങ്ങളാ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ഇന്ന് ഭാര്യ ചാടിക്കടിച്ചോ നേരെ നോക്കി ഭർത്താക്കന്മാരെ, എങ്കിൽ അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 31ാമത്തെ ചോദ്യം ആയിരിക്കാം. ഇന്ന് ഭർത്താവുമായിട്ട് വഴക്കുണ്ടായോ? എങ്കിൽ അത് ചിലപ്പോ 38ാമത്തെ ചോദ്യമായിരിക്കാം. ഇന്ന് ഓഫീസിൽ പണം മോഷ്ടിക്കാൻ ഒരു അവസരം കിട്ടിയോ? അത് ചിലപ്പോൾ 60ാമത്തെ ചോദ്യമായിരിക്കാം. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങളാ. സ്വർഗത്തിലെ ദൈവം നോക്കുന്നു നമ്മൾ അതിന് എങ്ങനെ ഉത്തരം എഴുതുന്നു എന്ന്. യേശു ക്രിസ്തു ഇവിടെ വന്നപ്പോൾ ഇതേപോലെ തന്നെ പരീക്ഷകൻ എക്സാം എടുക്കാൻ കടന്നു വന്നു. പരീക്ഷകന്റെ പേര് പിശാച്. യേശുവിനോട് ചോദിച്ച ഓരോ ചോദ്യത്തിനും യേശു തോന്നിയതൊരു ഉത്തരം പറഞ്ഞില്ല. പുറത്തുനിന്ന് ചോദിച്ച ഓരോ ചോദ്യത്തിനും യേശു സിലബസിൽ ഉത്തരം പറഞ്ഞു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ജയം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇന്ന് സഹോദരങ്ങളെ, ലോകത്ത് പല ശബ്ദങ്ങൾ കേൾക്കുമ്പോ ആ ശബ്ദങ്ങൾക്കെല്ലാം